മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളും പരസ്യ പ്രസ്താവനകളും KPCC നേതൃത്വം വിലക്കിയിട്ടുണ്ടെങ്കിലും നീക്കങ്ങൾ സജീവമാക്കുകയാണ് നേതാക്കൾ. മുസ്ലിം ലീഗ് പിന്തുണ VD സതീശൻ എന്ന റിപ്പോർട്ടുകൾക്കിടെ ഘടക കക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചകളിൽ മാധ്യമങ്ങളെ പഴിച്ചാണ് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇന്ന് പ്രതികരിച്ചത്. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട പത്രത്തിൽ ഫീച്ചർ പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. ഞാൻ കണ്ടില്ല. കോൺഗ്രസിനെ മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ ആത്മവിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നേതാക്കളുടെ PR വർക്കുകൾ പരിധി വിടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളിൽ K മുരളീധരന്റെ ഇന്നത്തെ പ്രതികരണം. അല്ല, അതെന്താ അറിയോ, ചിലപ്പോൾ ഈ ഒരു ഒഴിവുകാലത്തെ കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. അത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചാണ്. ശ്രീജിത്ത് തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ ഇടതുമുന്നണി ക്യാമ്പിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി വീണ്ടും നമ്മൾ UDF ക്യാമ്പിലേക്ക് വരികയാണ്. അവിടെ ഇതുപോലെയല്ല, അവിടെ തർക്കങ്ങൾ നടക്കുന്നുണ്ട്, ചരടുവലികൾ നടക്കുന്നുണ്ട്. ആർക്കാണ് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനമെന്നും ആർക്കാണ് പാർട്ടി പ്രവർത്തനത്തിൽ പാരമ്പര്യം കൂടുതലുള്ളത് എന്നുമൊക്കെ തെളിയിക്കുന്ന വീഡിയോകളൊക്കെ ഇറങ്ങി നേതാക്കൾ പരസ്യമായി തന്നെ അല്ലെങ്കിൽ അവരുടെ PR ഏജന്റുമാർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. രംഗം വഷളാവുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്താണ് UDF ക്യാമ്പിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മുസ്ലിം ലീഗിൽ VD സതീശന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി എന്നും അതിൽ കോൺഗ്രസിലെ ഒരു പക്ഷത്തിന് വലിയ വിയോജിപ്പും എതിർപ്പും അമർഷവും ഉണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയും ശ്രീജിത്ത്? ഗോപികൃഷ്ണൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണുള്ളത്. ഈ ഒരാഴ്ചക്കാലത്ത് ഇതിനിടയിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ വഴിത്തിരിവായിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് പുറത്തു വന്ന ചില വിവരങ്ങളാണ്. ശനിയാഴ്ച കോഴിക്കോട്ട് നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം തരത്തിലുള്ള ആവശ്യങ്ങളും ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. ഇത് ചില മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരികയും ചെയ്തു. ഇതാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള അതൃപ്തിയും അമർഷവും ഉണ്ടാക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കാര്യമല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. കാരണം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ്, മുഖ്യമന്ത്രിയാണെന്ന കാര്യം കോൺഗ്രസിലാണ് തീരുമാനിക്കേണ്ടത്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ലീഗ് കടക്കുന്നതും അഭിപ്രായം പറയുന്നതും ഒക്കെ തന്നെ മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇത് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിട നൽകും. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് UDF അധികാരത്തിൽ വന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്ന ലീഗായിരിക്കുമെന്നുള്ളതാണ്. അത്തരം രാഷ്ട്രീയ എതിരാളികളെ നറേറ്റീവിന് പരിഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഒട്ടും ഉചിതമല്ല എന്നാണ് സൗഹാർദ്ദപൂർവ്വം കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ നടക്കുമ്പോഴാണ് ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ വേണ്ടിയുള്ള ഒരു പരസ്യം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നത്. ആ പരസ്യവുമായി ബന്ധപ്പെട്ടും വലിയ തോതിൽ ചർച്ചകളും അമർഷങ്ങളും ഒക്കെ ഈ പാർട്ടിക്കകത്ത് ഉണ്ട്. എന്തായാലും ഈ ചർച്ചയൊന്നും പരിധി വിടില്ല എന്നാണ് K മുരളീധരനെ പോലുള്ള നേതാക്കൾ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഘടകകക്ഷികളെ പിന്തുണ ആർജിക്കാൻ ലീഗിൻ്റെ നിലപാടോട് ആണെന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ RSP, കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം തുടങ്ങിയ പ്രധാനപ്പെട്ട പാർട്ടികളെ പിന്തുണ ആർജിക്കാനും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാന മോഹികൾ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.